നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. കൗമുദി ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന ബിസിനസ് വാർത്തകൾ. ഇൻഷുറൻസ് മേഖലയിൽ 49% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി. എണ്ണവില $66 താഴെ. ആഭ്യന്തര വിപണിയിൽ വിലക്കുറവ് പ്രതീക്ഷിച്ച് ജനം. റബ്ബർ വില വീണ്ടും ഇടിയുന്നു. കേരളത്തിലെ റബ്ബർ കർഷകർ ആശങ്കയിൽ. കാർ വിപണി ഉണർവിന്റെ പാതയിൽ. വിൽപ്പന നേട്ടം 9.52%. ഇൻഷുറൻസ് മേഖലയിൽ 49% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി. 30 കോടിയിലധികം പോളിസി ഉടമകളുള്ള ഇൻഷുറൻസ് മേഖല കടുത്ത ആശങ്കയിൽ. രാജ്യപുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകിയ ഇൻഷുറൻസ് മേഖലയിൽ 49% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. മുൻപ് 26% എന്ന പരിധിയാണ് കേന്ദ്ര സർക്കാർ 49%-ആയി ഉയർത്തിയത്. ഇൻഷുറൻസ് മേഖലയിലെ ആശങ്കകൾ നമ്മോട് പങ്കുവയ്ക്കുന്നതിനായി LIC എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഗണപതി കൃഷ്ണൻ. സർ, വെൽക്കം ടു കൗമുദി ബിസിനസ് ന്യൂസ്. സർ, ഇൻഷുറൻസ് മേഖലയിൽ അടുത്തിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പൊതുമേഖലയിലാണ് ഇൻഷുറൻസ് മേഖല പ്രവർത്തിക്കുന്നത്. 91 ശേഷമാണ് ഇൻഷുറൻസ് മേഖലയിൽ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ 93-94 കാലഘട്ടത്തിലാകുമ്പോഴത്തേക്ക് ഇൻഷുറൻസ് മേഖലയെ തന്നെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള മൽഹോത്ര കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നു. മൽഹോത്ര കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നു. മൽഹോത്ര കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് മേഖലയിൽ സ്വകാര്യ നിക്ഷേപകരെയും അതുപോലെ സ്വകാര്യ കമ്പനികളെയും ഇൻഷുറൻസ് മേഖലയിൽ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിക്കുന്നത് മൽഹോത്ര കമ്മിറ്റി ആണ്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് 99-ൽ IRDA അന്നത്തെ NDA സർക്കാർ അത് കൊണ്ടുവരുന്നതും. ആ NDA സർക്കാരാണ് ആദ്യമായിട്ട് തന്നെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ ഇന്ത്യയിലേക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് 1999-ലാണ്. ആ 99-ന് ശേഷം 2000 ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി വരുന്നു. പിന്നെ ഏകദേശം ഇന്ന് 2014 എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 52ഓളം കമ്പനികൾ ഇന്ന് ഒരു LIC അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലെ പ്രധാനപ്പെട്ട 3-4 കമ്പനികൾ ഒഴിച്ചു നിർത്തിയാൽ ഏകദേശം 52ഓളം കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. 8 കമ്പനി ഇന്ന് പൊതുമേഖലയിലും 44 കമ്പനികൾ സ്വകാര്യ കമ്പനികളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അതിൻ്റെ ഒരു ചിത്രം. ഈ 2014 ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ നമ്മുടെ പത്രങ്ങളിലാണ് നമ്മൾ കണ്ടു കാണുമല്ലോ. അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് മേഖലയിൽ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യ കമ്പനികളിൽ ആൾറെഡി 26% വിദേശ പങ്കാളിത്തം ഉണ്ട്. അന്ന് അനുവദിച്ചതാണ്. അതാണ് ഇപ്പോൾ 49%-ആയി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇന്നലത്തെ ക്യാബിനറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ച് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഈ വാർത്തകൾ വന്നിട്ടുണ്ട്. സർ, ഗവൺമെൻറ് ഇപ്പോഴുള്ള തീരുമാനം, വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LICയെ എങ്ങനെ ബാധിക്കും? ഇതിനകത്ത് പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇപ്പോൾ LICയെ അവരൊന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ഇപ്പോൾ LIC അതുപോലെ നിൽക്കുന്നു എന്നുള്ള LICയുടെ ഷെയർ വിൽക്കാനൊന്നും ഇപ്പം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഭാവിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് നിലവിലുള്ള LICയെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള പല നടപടികളും ഇന്നത്തെ സർക്കാർ കൊണ്ടുവരുന്ന പരിപാടികളുണ്ട് എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ FDI വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അവർ പറയുന്നൊരു പല ആർഗ്യുമെൻ്റാണ്. അതായത് 42,000 കോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകി വരും, 50,000 കോടി വരും, പല കണക്കുകളാണ് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് 25,000 കോടി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ 2001 മുതൽ 2013 വരെയുള്ള കണക്കെടുത്ത് നോക്കിയപ്പോൾ കൃത്യമായി ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം വന്നതെന്ന് പറയുന്നത് 7,632 കോടി രൂപ മാത്രമാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അന്ന് ഈ ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ വർധനവ് നടത്തുന്നതിനെതിരെ ഇതിൻ്റെ ഒരു കുറേ കാര്യം കൂടെ പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2004 മുതൽ ഇതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2008 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ വരികയുണ്ടായി. ആ ഇൻഷുറൻസ് നിയമ ഭേദഗതിയിൽ ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും, അതായത് 38 നിയമം, 56 നിയമം, IRDA നിയമം, ജനറൽ ഇൻഷുറൻസ് നാഷണലൈസേഷൻ നിയമം, ഈ 4 നിയമങ്ങളും അടിമുടി മാറ്റിക്കൊണ്ട് തന്നെ ഒരു പുതിയൊരു നിയമം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2008 ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ നമുക്കറിയാം, അന്ന് UPA സർക്കാരായിരുന്നു.
അന്നത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഭരണപക്ഷമായ BJP ആയിരുന്നു. ആ 31 കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. BJP-കാരും സമാജ്വാദി പാർട്ടി ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. വിദഗ്ധരെല്ലാവരും കൂടെ ചേർന്നൊരു കമ്മിറ്റിയാണ്. അവരുടെ റിപ്പോർട്ടിൻ്റെ ഫൈനലൈസേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഫോറിൻ ക്യാപിറ്റലിന് കൂടുതൽ നമ്മളിതിൽ പ്രവേശനം അനുവദിച്ചാൽ അന്തർദേശീയ കമ്പോളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകും. അതുമാത്രമല്ല, ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഔട്ട്സൈഡ് ദ കൺട്രി എന്ന് പറയുമ്പോൾ നിലവിലുള്ള മൂലധനം പുറത്തേക്ക് ഒഴുകും. ആൻഡ് ഓൾസോ എൻഡാങ്കറിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ്. 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രാജ്യത്തിനുണ്ടാകാവുന്ന ദോഷങ്ങൾ, അൾട്ടിമേറ്റായിട്ട് പോളിസി ഉടമകൾക്ക് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം ഇതേ 26-ൽ തന്നെ നിലനിർത്തുന്നതാണ് നല്ലത്. അത് 49-ലേക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന് അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യുണാനിമസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത കാര്യമാണ്, പഠിച്ച റിപ്പോർട്ടാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്ന എന്താണ്? ഇതെല്ലാം മാറ്റം മറിച്ചുകൊണ്ടാണ് പിന്നെ ഇന്നത്തെ പത്രങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത, ഇൻഷുറൻസ് ഫീൽ 49% വർദ്ധിപ്പിക്കണമെന്ന് ഇവർ തന്നെ ആവശ്യപ്പെടുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. 30 കോടി പോളിസി ഉടമകളുടെ സമ്പത്ത് രാജ്യത്തിനു വെളിയിൽ മറ്റൊരു സ്ഥലത്ത് നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ നമ്മൾ പങ്കുവെക്കുകയാണ്. രാജ്യം മുഴുവൻ ഈ ആശങ്ക ചർച്ച ചെയ്യപ്പെടുകയാണ്. ബിസിനസ് ന്യൂസും ഈ ആശങ്ക വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. നമ്മളോടൊപ്പം സഹകരിച്ച ശ്രീ ഗണപതികൃഷ്ണൻ സാദിന് നന്ദി. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില $66 താഴെ. പക്ഷേ ആഭ്യന്തര വിപണിയിൽ ജനം പ്രതീക്ഷിച്ച വിലക്കുറവ് ലഭ്യമായില്ല. രാജ്യാന്തര വിപണിയിൽ എണ്ണവില വീണ്ടും താഴുന്നു. അടുത്ത വർഷം ഇന്ധന ഉപയോഗം കുറയാനാണ് സാധ്യതയെന്ന് ഒപെക് രാജ്യങ്ങൾ വിലയിരുത്തിയതോടെ ബാരലിന് $1.30 കുറഞ്ഞ് ക്രൂഡ് ഓയിൽ വില $66 താഴെയെത്തി. ഇത് 2009 നിലനിന്നിരുന്ന വിലയ്ക്ക് തുല്യമാണ്. 2009 ഏകദേശം 50 രൂപ മാത്രമായിരുന്നു രാജ്യത്ത് പെട്രോളിന്റെ വില. കൂടിയ പെട്രോൾ വിലക്കയറ്റത്തിന്റെ വേലിയേറ്റമാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുത്തിയത്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും എണ്ണവില കുറയാത്തത് കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുന്നു. ചില പ്രതികരണങ്ങൾ. അവരിതിൻ്റെ ടാക്സും നികുതിയൊക്കെ നീക്കിയിട്ടാണ് ഇപ്പം കുറച്ചെന്നുള്ള ഇതിൽ പറയണത്. പക്ഷെ അത് നമുക്ക് പിന്നത്തെ അതൊരു ഉപയോഗമില്ല. വീണ്ടും നേരത്തെ ആയിരുന്നു 50 വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ അവരുടെ ഒരു കണക്കിന് കുറച്ചിട്ട് വീണ്ടും അവരുടെ ഇഷ്ടത്തിന് അത് കൂട്ടുകയാണ്. അപ്പോൾ ഇത് നമ്മളെ പോലെയുള്ളവരുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. വെള്ളം ഉണ്ടെങ്കിൽ മേളിൽ പോവുകയാണെങ്കിൽ ഇത്ര പോയാലെന്താ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതായാലും പെട്രോൾ പ്രൈസ് കൂടുതലാണ്. കുറയ്ക്കേണ്ടതാണ്, കുറയ്ക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഓയിൽ കമ്പനി വില കുറയ്ക്കുമ്പോൾ ഇവരെ ടാക്സ് കൂട്ടും, അപ്പോൾ വില വ്യത്യാസം വരില്ല. അതാണ് നടക്കുന്നത്. സാധാരണക്കാരുടെ ലൈഫ് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. ഈ വിഷയം ബിസിനസ് ന്യൂസ് ചർച്ച ചെയ്യുന്നു. എന്നോടൊപ്പം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസർ KN ഹരിലാൽ. അടുത്തിടെ പെട്രോൾ വിലയിൽ വന്ന മാറ്റങ്ങൾ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് സിരീസിലെ പ്രൊഫസർ ഡോക്ടർ KN ഹരിലാൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുകയും കുറയുകയൊക്കെ ചെയ്താലും അതുടനെ തന്നെ നമ്മുടെ ആഭ്യന്തര വിലകളിൽ പ്രതിഫലിക്കത്തില്ലായിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡിയൊക്കെ അതിനകത്ത് ഏർപ്പെടുത്തി സാവധാനത്തിൽ ആഭ്യന്തര വിലകളിൽ, അതായത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ വിലകളിൽ പ്രതിഫലിക്കുന്ന ഒരു നിയന്ത്രിത സംവിധാനമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. നിയന്ത്രിത സംവിധാനം മാറ്റിയതിന് ശേഷം വിലകളെ കമ്പോളത്തിന് വിട്ടുകൊടുത്തു. അതായത് കമ്പനികൾക്ക് വിലകൾ നിശ്ചയിക്കാനുള്ള അവകാശം കൊടുത്തു. പക്ഷെ നമുക്കറിയാം, സാർവദേശീയ വിപണിയിൽ കഴിഞ്ഞ കുറേ കാലം വിലക്കയറ്റമായിരുന്നു. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്ന മുറയ്ക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ വിലകളും, അതായത് ഡീസൽ വിലയും അതുപോലെ തന്നെ പെട്രോൾ വിലയും ഗ്യാസിൻ്റെ വിലയും മണ്ണെണ്ണയുടെ വിലയുമെല്ലാം കൂടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒരു കമ്പോളാധിഷ്ഠിത സംവിധാനത്തിലേക്ക് പോയെങ്കിലേ മതിയാവൂ എന്നുള്ളതാണ് വിശദീകരിച്ചത്. അപ്പോൾ ഈ വില വർദ്ധിക്കുമ്പോൾ പെട്രോൾ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഇൻപുട്ടാണ്. എല്ലാ വ്യവസായങ്ങളെയും എല്ലാ സേവന മേഖലയും ബാധിക്കുന്ന ഒരു യൂണിവേഴ്സൽ ഇൻപുട്ട് എന്നുള്ള നിലയിൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ചരക്കുകൂലി വർദ്ധിക്കും, യാത്രാക്കൂലി വർദ്ധിക്കും, മുഴുവൻ വിലകളും മൊത്തം സ്ട്രക്ചർ പ്രൈസസ് സമ്പദ്ഘടനയിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് ജനങ്ങളെ വലിയ അളവിൽ ബുദ്ധിമുട്ടിക്കുകയും വലിയ വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം തുടർച്ചയായിട്ടുണ്ടായി. അത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ ഇടയായി. പക്ഷേ അപ്പോഴെല്ലാം വിദഗ്ധന്മാരും അതുപോലെ തന്നെ പോളിസി മേക്കേഴ്സും ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് ഇതിപ്പോൾ കമ്പോള സംവിധാനമാണ്,
വില കൂടുമ്പോൾ അത് സർവ്വദേശീയ മാർക്കറ്റിൽ വില കൂടുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ആൾക്കാരും കൊടുത്തേ മതിയാവും. വില കുറയുമ്പോൾ അതുപോലെ തന്നെ കുറയും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വിലകൾ വലിയ അളവിൽ തകരുകയാണ്. ഒരു 10 വർഷത്തിന് മുമ്പുള്ള നിലയിലേക്ക് വിലകൾ പോയിരിക്കുന്നു. അങ്ങനെ വിലകൾ താഴോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആ വിലക്കുറവ് പകർന്നു കൊടുക്കുന്നില്ല. നമ്മുടെ ആഭ്യന്തര വിലകൾ കുറയുന്നില്ല. സർ, അസംസ്കൃത എണ്ണയുടെ വില കഴിഞ്ഞ 5 വർഷം മുമ്പത്തെ പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കുറഞ്ഞ വിലയിൽ പോലും എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണഫലങ്ങൾ സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് മടിക്കാനുള്ള കാരണം? ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നികുതി വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ സാർവദേശീയ വിപണിയിലെ വില ഇറക്കം അതിൻ്റെ മുഴുവൻ നേട്ടവും സർക്കാരുകൾ എടുത്തുകൊണ്ട് പോവുകയും സർക്കാരിൻ്റെ ഈ നികുതി പിരിവിലെ കുറവ്, നികുതി പിരിവിൽ ഇപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കുറവ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച നികുതി വർധനവ്, അതിൻ്റെ ഫലമായിട്ട് 10,500 കോടി രൂപ ഈ ശേഷിക്കുന്ന ധനകാര്യ വർഷം 2014-15 കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടാവുമെന്നാണ് ലോക്സഭയിൽ പറയുന്ന കണക്ക്. ഇപ്പോൾ ഗവൺമെൻറ്റാണ് ഈ അന്തർദേശീയ വിപണിയിലെ വില കുറവിൻ്റെ നേട്ടം കൊയ്തുകൊണ്ട് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വൻകിട കമ്പനികൾ തന്നെ ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് സെക്ടറുകൾ, പൊതുമേഖലാ ഓയിൽ കമ്പനികളോടൊപ്പം ഈ വലിയ സ്വകാര്യ കമ്പനികളും ഈ രംഗത്തേക്ക് റിലയൻസ് അടക്കമുള്ളവർ ഇപ്പോൾ ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർ തമ്മിലൊരു കാർട്ടൽ, അവർ തമ്മിൽ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതായത് സാർവദേശീയ മാർക്കറ്റിൽ വില കൂടുമ്പം അതിന് ആനുപാതികമല്ലാത്ത രീതിയിൽ ആഭ്യന്തര വിലകൾ ഉയർത്തുക, സാർവദേശീയ വിപണിയിൽ വില ഇടിയുമ്പോൾ അതിന് ആനുപാതികമായി കുറയ്ക്കാതിരിക്കുക. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ഒരു പ്രൈസ് വാറ് തന്നെ, ഒരു തരത്തിലൊരു ക്ലാസ് വാറ് തന്നെ സമ്പദ്ഘടനയിലുണ്ടാക്കും. അന്തർദേശീയ മാർക്കറ്റിൽ വില കൂടുമ്പോൾ, ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ ഇവിടെ പെട്രോൾ ഡീസലിന് വില വർദ്ധിക്കും, ബാക്കി എല്ലാത്തിനും അപ്പോൾ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വില വർദ്ധിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുന്നത് കൂടുതൽ ബലമുള്ളവർക്കാണ്. അസംഘടിതരായിട്ടുള്ള ആൾക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. വലിയ മൊണോപ്പൊളീസ്, വലിയ മത്സരത്തെ നേരിടാത്ത കോർപ്പറേറ്റ് ഹൗസസ്, അവർക്ക് അവരുടെ വില വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ സംഘടിതരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ റബ്ബർ, ഈ ബസ്, ഇതൊക്കെ സംഘടിതമായിട്ടുള്ള മേഖലകളായതുകൊണ്ട് അവർക്ക് വില വർദ്ധിപ്പിക്കാം. ടാക്സി ഡ്രൈവേഴ്സിനും ഓട്ടോ റിക്ഷ ഡ്രൈവേഴ്സിനും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അവർ സമരം ചെയ്തിട്ട് വേണം അവരുടെ വില സർക്കാരിനെ കൊണ്ട് വർദ്ധിപ്പിക്കാൻ. അതേസമയം ഇത് ഇറങ്ങി വരുമ്പോൾ, വില ഇറങ്ങുന്ന സമയത്ത് സംഘടിതരായിട്ടുള്ള ആൾക്കാർ വീണ്ടും വില കുറയ്ക്കാതിരിക്കും. അസംഘടിതരായിട്ടുള്ള ആൾക്കാർ അവർ തമ്മിൽ മത്സരമുള്ളത് കൊണ്ട് അവരുടെ വില കുറയും. ഇപ്പോൾ കൃഷിക്കാർ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓരോ മേഖലയിലും 10,000-കണക്കിന് കൃഷിക്കാരാണ്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില അവർ കുറയ്ക്കാൻ അവർ പരസ്പരം മത്സരിച്ച് കുറച്ച് പോകും. അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് സമ്പദ്ഘടനയിലെ വരുമാനത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള പുനർവിതരണമാണ്. കയ്യൂക്കുള്ളവൻ, കമ്പോളത്തിൽ ശക്തിയുള്ളവൻ വില കൂടുതലിൻ്റെയും വില കുറവിൻ്റെയും പ്രയോജനം ഒരുപാട് ഒരുമിച്ചെടുത്തുകൊണ്ട് പോവുകയും അസംഘടിതരായിട്ടുള്ള സാധാരണ ജനങ്ങൾ വില കൂടുതലിൻ്റെയും വില കുറവിൻ്റെയും ദോഷം, രണ്ടും ദോഷമായിട്ട് അവർക്ക് ഭവിക്കുന്നു. ഈ കാര്യത്തിൽ സർക്കാർ കൂടി അങ്ങോട്ട് ഇടപെട്ട് അവരും നേട്ടം എടുക്കുന്ന അവസ്ഥയാണ്. രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം, സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഛേദം വളരെ 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 വലുതാണ്. അപ്പോൾ ഈ യാഥാസ്ഥികമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളുടെ ചട്ടക്കൂട് മാറിയേ മതിയാവൂ. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതായിരുന്നു. പുതിയ ഗവൺമെൻറ് അതിൽ മാറ്റം വരുത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കാണുന്നതെന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവം. റബ്ബർ വില വീണ്ടും ഇടിയുന്നു. കേരളത്തിലെ റബ്ബർ കർഷകർ ആശങ്കയിൽ. കേരളത്തിൽ 12 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകരുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് റബ്ബർ വില താഴുന്നത്. ചൈനയിൽ റബ്ബറിന്റെ ഉപയോഗം കുറഞ്ഞതും അസംസ്കൃത എണ്ണയുടെ വിലയിടിവുമാണ് റബ്ബറിന്റെ ഈ വില തകർച്ചയ്ക്ക് കാരണമായി പറയുന്നത്. ഷെയിൽ ഗ്യാസ് എന്ന ബദൽ ഇന്ധനം കൂടുതൽ ഉപയോഗത്തിൽ വരുന്നതോടെ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറയുമെന്നത് സ്വാഭാവിക റബ്ബറിന്റെ വിലയെ കൂടുതൽ ബാധിക്കും എന്നും കണക്കാക്കപ്പെടുന്നു. റബ്ബർ കർഷകർക്ക് ആശ്വാസം പകരേണ്ട സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ ഫലപ്രദമായ ഒരു ഇടപെടലും റബ്ബർ മേഖലയിൽ ചെയ്യുന്നതായി കാണുന്നില്ല.
വർഷം തോറും നികുതി ഇനത്തിൽ 400 കോടി രൂപയോളം സർക്കാർ ഖജനാവിൽ എത്തുന്നുണ്ട്. എന്നിട്ട് പോലും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു നടപടിയും ഈ മേഖലയിൽ സർക്കാർ ചെയ്യുന്നില്ല. കൂടിയ വിലയുള്ള റബ്ബർ വില സംഭരണം കാര്യമായ ഗുണം ചെയ്യുമെന്ന് കരുതാനാവില്ല. ഭാവനാപൂർണമായ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ മറ്റൊരു കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കൂടി കേരളം സാക്ഷിയാകേണ്ടി വരും. നിരത്തുകൾക്ക് ഊർജ്ജമേകി ഇന്ത്യയിലെ കാർ വിപണി കുതിക്കുന്നു. നവംബർ മാസത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് കാർ കമ്പനികൾ നടത്തിയത്. ഇന്ത്യയിൽ കാർ വിപണി ഉണർവിന്റെ പാതയിൽ. വിൽപ്പന നേട്ടം 9.52%. ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഏകദേശം 2.55% വിൽപ്പന നഷ്ടം നേരിട്ട കാർ വിപണി നവംബർ മാസത്തിൽ നില മെച്ചപ്പെടുത്തി. കഴിഞ്ഞ മാസം ഏകദേശം 9.52% വിൽപ്പന നേട്ടമാണ് ഇന്ത്യൻ കാർ വിപണിയിൽ ഉണ്ടായത്. ഏകദേശം 1,56,445 പുതുപുത്തൻ കാറുകളാണ് പുതുതായി നിരത്തിലേക്കെത്തിയത്. കഴിഞ്ഞ മാസം മൊത്തം വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയും 9.05% വർദ്ധിച്ചതായി സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് സിയാൻ വ്യക്തമാക്കി. പുതിയ തൊഴിൽ സംരംഭക പദ്ധതിയുമായി കേരള സർക്കാർ. TiE, or the Indus Entrepreneurs, was founded in 1992 in Silicon Valley, USA, by a group of successful entrepreneurs as a forum to promote entrepreneurship. It has 61 chapters across 18 countries. TiE Kerala is an active chapter founded in 2003. It organizes various programs and workshops for entrepreneurs and startups. TiECon Kerala, the biggest opportunity for networking, mentoring, VC pitch and exchange of great ideas. TiECon also promotes women and student entrepreneurship. At TiECon, successful entrepreneurs will inspire and motivate delegates with their stories, winning strategies, and sharing the joy of entrepreneurship. Special focus on young entrepreneurs. Meet over 100 speakers in 6 venues and over 30 topics. Special delegate fees for members, students and startups. യുവ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങളും പുതിയ ആശയങ്ങൾക്ക് സഹായങ്ങളും ലക്ഷ്യമിട്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ച ടൈക്കോൺ കേരള 2014 വളരെയേറെ ശ്രദ്ധ നേടി. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക, വ്യവസായ സൗഹൃദ അന്തരീക്ഷവും മൂലധനവും കണ്ടെത്തുക തുടങ്ങി സംരംഭകന് വളരാനുള്ള അനുകൂല സാഹചര്യങ്ങളെപ്പറ്റി വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. ടൈ കേരള പ്രസിഡന്റ് AV ജോർജ്, ഫെഡറൽ ബാങ്ക് MD ശ്രീ ശ്യാം ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം ധനമന്ത്രി ശ്രീ KM മാണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് 50,000 തൊഴിൽ സംരംഭകരെയും അതുവഴി അത്ര തന്നെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയതായി ശ്രീ KM മാണി പറഞ്ഞു. കൗമുദി ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.